എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അന്തരീക്ഷ ഘടന എന്ന ഭാഗത്തെക്കുറിച്ചാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു പേനയും ബുക്കും ഒക്കെ ആയിട്ട് തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ടോപ്പിക് ഏതാണ്? അന്തരീക്ഷ ഘടന. ശ്രദ്ധിച്ചേ. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്നു? 5 പാളികളായിട്ട് 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷ ഘടനയെ തരംതിരിക്കുന്നത്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ. ഏതൊക്കെയാണെന്ന് നോക്കിയ ചിത്രം ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മുടെ ഭൂമി അല്ലേ? ഇത് നമ്മുടെ ഭൂമിയാണ്. ശ്രദ്ധിച്ചേ. ട്രോപ്പോസ്ഫിയർ. ഏത് ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ? ഏത് ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ? മീസോസ്ഫിയർ ഏത് ഭാഗമാണ്? തെർമോസ്ഫിയർ ഏത് ഭാഗമാണ്? അതുപോലെ തന്നെ എക്സോസ്ഫിയർ ഏത് ഭാഗമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ ഇങ്ങനെ പാളികളായി തിരിച്ചിരിക്കുന്നത്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? അപ്പൊ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അപ്പൊ ഇതൊക്കെയാണ് അന്തരീക്ഷത്തിന്റെ പാളികൾ, 5 പാളികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവ ഓരോന്നിന്റെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ. എന്താണ് ട്രോപ്പോസ്ഫിയർ നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ശരാശരി എത്ര കിലോമീറ്റർ ആണ്? 13 കിലോമീറ്റർ വരെ ഉയരം വരും. ശ്രദ്ധിച്ചേ. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും അതുപോലെ തന്നെ ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററുമാണ് ഉയരമുള്ളത്. ശ്രദ്ധിച്ചേ. എത്രയാണ്? ധ്രുവപ്രദേശത്ത് എത്രയാണ്? 8 കിലോമീറ്റർ. ഭൂമധ്യരേഖ പ്രദേശത്ത് എത്രയാണ്? 18 കിലോമീറ്ററുമാണ് ഉയരമുള്ളത്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും അതുപോലെ തന്നെ ഭൂമധ്യരേഖ പ്രദേശത്ത് എത്രയാണ്? 18 കിലോമീറ്ററുമാണ് ഉയരമുള്ളത്. ശ്രദ്ധിച്ചേ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഏത് പാളിയിലാണ്? ഈ ട്രോപ്പോസ്ഫിയറിലാണ് എന്തുള്ളത്? പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഉള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഏത് പാളിയിലാണ്? ഈ ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ഈ മേഘരൂപീകരണം അതുപോലെ തന്നെ മഞ്ഞ്, മഴ, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ഏത് സ്ഫിയറിലാണ്? ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ് അല്ലെ? ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ശ്രദ്ധിച്ചേ. അടുത്ത പോയിന്റിലേക്ക് പോകാം. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നത്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില ചെയ്യുന്നു? കുറയുകയാണോ കൂടുകയാണോ? കുറയുന്നു. അതൊരു ട്രോപ്പോസ്ഫിയറിന്റെ ഒരു സവിശേഷതയാണ്. ഇനി അടുത്ത നോക്കിയേ. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നു.
ഇതിനെ എന്താണ് ഈ ഒരു പ്രവർത്തനത്തെ എന്ത് പറയുന്നു? ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പം എന്താണ് ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്ത്? ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് വീതം എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിനെ എന്ത് പറയുന്നു? താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. എന്ത്? താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ട്രോപ്പോസ്ഫിയർ നോക്കിയല്ലേ, ഇനി നമുക്ക് അടുത്ത അന്തരീക്ഷ പാളി ഏതാണെന്ന് നോക്കാം. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഏത്? ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞു പോകുന്നത്. എന്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എന്ത് എന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെ ഉയരമാണ് എന്തിനുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിനുള്ളത്. എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെ ഉയരമാണ് എന്തിനുള്ളത്? ഈ സ്ട്രാറ്റോസ്ഫിയറിന് ഉള്ളത്. ശ്രദ്ധിച്ചേ, സ്ട്രാറ്റോസ്ഫിയറിന്റെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിന്റെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, ഇനി സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ പാളി ഉള്ളത്. എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ പാളി ഉള്ളത്. എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. എത്രയാണ്? 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. എന്താണ്? ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ശ്രദ്ധിച്ചേ, അടുത്തത് നമ്മൾ ട്രോപ്പോസ്ഫിയർ നോക്കി, സ്ട്രാറ്റോസ്ഫിയർ നോക്കി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? മീസോസ്ഫിയർ. എന്താണ് മീസോസ്ഫിയർ നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് എന്ത് എന്ന് പറയുന്നത്? മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഏത്? മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഈ പാളിയിലും ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. എന്താണ്? മീസോസ്ഫിയറിലും എന്തുണ്ടോ? ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപം കുറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭാസവും ഇവിടെ നടക്കുന്നുണ്ട്. മീസോസ്ഫിയറിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീസോസ്ഫിയർ ആണ് അല്ലേ? ശ്രദ്ധിച്ചേ, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ, ഏകദേശം എത്രയാണ്? 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില എത്ര കുറയുന്നു? 100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എവിടെ? മീസോസ്ഫിയറിൽ അല്ലേ? എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എവിടെ അനുഭവപ്പെടുന്നത്? മീസോസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മള് മീസോസ്ഫിയർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ മീസോസ്ഫിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. ഇതെന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എവിടെ അനുഭവപ്പെടുന്നത്? മീസോസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ അടുത്തതിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരുന്നേ. ഇനി എന്താണ് തെർമോസ്ഫിയർ എന്ന് നോക്കാം. നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ. എത്രയാണ്? മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് എന്ത് എന്ന് പറയുന്നത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. എത്രയാണ്? 80 മുതൽ 400 വരെ കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ഇവിടെ താപനില കൂടി വരുന്നു.
ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? താപനില കുറയുന്നോ അതോ കൂടുന്നോ? കൂടി വരുന്നു. ശ്രദ്ധിച്ചേ. അപ്പോ എന്താണ്? ഉയരം കൂടുന്തോറും താപനില എന്ത് ചെയ്യുന്നു? കൂടി വരുന്നോ അതോ കുറഞ്ഞു വരുന്നോ? കൂടി വരുന്നു. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. തെർമോസ്ഫിയറിലെ താഴ്ന്ന ഭാഗത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? അയണോസ്ഫിയർ എന്ന് പറയുന്നു. എന്താണ്? അയണോസ്ഫിയർ എന്ന് പറയുന്നു. എന്ത്? ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് പറയുന്നു. അപ്പൊ നമ്മള് എന്താണ് തെർമോസ്ഫിയർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെർമോസ്ഫിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അത് എത്രയാണ്? ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അത് ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ എന്ത് പറയുന്നു? അയണോസ്ഫിയർ എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മള് ആദ്യം എന്താണ് പഠിച്ചത്? ട്രോപ്പോസ്ഫിയർ പഠിച്ചു, സ്ട്രാറ്റോസ്ഫിയർ പഠിച്ചു, മീസോസ്ഫിയർ പഠിച്ചു, തെർമോസ്ഫിയർ പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ്? എക്സോസ്ഫിയർ. എന്താണ് എക്സോസ്ഫിയർ? എന്താണ് എക്സോസ്ഫിയർ എന്ന് നോക്കിയേ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എന്ത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. എന്ത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. എന്താണ്? എന്തിന്റെ ഭാഗമായിട്ട്? ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. എന്താണ്? 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. എന്ത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇന്ന്? എന്താണ് ട്രോപ്പോസ്ഫിയർ, എന്താണ് സ്ട്രാറ്റോസ്ഫിയർ, അതുപോലെ തന്നെ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്? അന്തരീക്ഷത്തിന്റെ ഘടന എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അന്തരീക്ഷത്തിന്റെ ഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കാരണം അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ ടെലഗ്രാമിൽ ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.